ഹായ് സ്റ്റുഡൻസ്, സി എ ഇൻ്റർമീഡിയറ്റിലെ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം പാസ്സാവുകയും സെക്കൻഡ് ഗ്രൂപ്പ് ഇതുവരെയും പാസ്സാവാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതുവരെ പഴയ സ്കീമായിരുന്നു. സി എ ഇൻ്റർമീഡിയറ്റ് മെയ് 2024 മുതൽ പുതിയ സ്കീമാണ്. ഓക്കെ, അപ്പോൾ പഴയ സ്കീമിൽ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായിട്ട് ആളുകൾക്ക് സെക്കൻഡ് ഗ്രൂപ്പിലെ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറും അതുപോലെ തന്നെ FM ആൻഡ് SM എന്ന് പറയുന്ന പേപ്പർ മാത്രം എഴുതിയാൽ മതി. ആക്ച്വലി സെക്കൻഡ് ഗ്രൂപ്പിൽ 3 ഗ്രൂപ്പ് പേപ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 3 പേപ്പർ എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ FM, SM, ഓഡിറ്റ് ഇത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അത് മേ ബി ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നതാവാം, ഇനി ചെയ്യാത്തവരാവാം, മേ ബി വീട്ടിൽ നിന്ന് പഠിക്കുന്നവരാവാം, ആരോ ആയിക്കോട്ടെ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓഡിറ്റിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ FM, SM ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ. മെജോറിറ്റി പോർഷനും സെയിം ആസ് ബിഫോർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിറ്റിൽ എന്തെല്ലാം ഡിഫറൻസ് വന്നിട്ടുണ്ട് നോക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഓഡിറ്റിൽ ഇനീഷ്യൽ പേജസ്. ഓക്കെ, പിന്നെ നേച്ചർ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പഴയ ഇതിലും സെയിം ചാപ്റ്റർ ആണ്. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് ചാപ്റ്റർ 2 ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാം സെയിം ആസ് ബിഫോർ. ഓക്കെ, ദ തേർഡ് വൺ റിസ്ക് അസസ്മെന്റ് ആൻഡ് ഇന്റേണൽ കൺട്രോൾ. ഓക്കെ, ഇത് നമ്മൾ പഠിച്ച ടോപ്പിക് തന്നെയാണ്. പക്ഷെ നമുക്ക് കഴിഞ്ഞ പഴയ സിലബസിൽ വേറെയും ഒരുപാട് ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ സ്കീമിൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഴയതിൽ 8 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ഇവിടെ 5 ചാപ്റ്റേഴ്സേ ഉള്ളൂ മൊഡ്യൂൾ 1. ഓക്കെ, പിന്നെ ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് ഓഡിറ്റ് എവിഡൻസ്, നമുക്കറിയുന്ന ചാപ്റ്ററാണ്. പിന്നെ ഓഡിറ്റ് ഓഫ് ഐറ്റംസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതും നമുക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ തന്നെ. പക്ഷെ ആക്ച്വലി നമുക്കതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നുള്ള അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നില്ല. ചാപ്റ്ററിൻ്റെ നെയിം ഇതാണ്, കുറേ കോമൺ ആയിട്ട് വരുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പറയുന്നത്. നമ്മൾ ചാപ്റ്ററിൻ്റെ ത്രൂ ഔട്ട് പറയുന്നില്ല, അത് നമുക്ക് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നെന്ന് പറയുന്നത് അതാണ് ചാപ്റ്റർ ഓഫ് ഐറ്റംസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പ്, അതായത് ഓഡിറ്റ്, FM, SM ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് എല്ലാ ചാപ്റ്റേഴ്സ് വൈസ് ഒരു റിവിഷൻ പോലെ ഓക്കെ നമ്മളൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് താല്പര്യമുള്ള ജോയിൻ ചെയ്യാം. അതിനെ പറ്റി ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു പറയാം. ഓക്കെ, ഇനി അതാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ഫസ്റ്റ് 6th ചാപ്റ്റർ ആണ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. ആൾറെഡി നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഒരു 7th ചാപ്റ്റർ എന്ന് പറയുന്നത് കംപ്ലീഷൻ ആൻഡ് റിവ്യൂ. ഒരുപാട് കോമൺ ആയിട്ട് വരുന്നുണ്ട്, പക്ഷെ ചാപ്റ്ററിന്റെ പേര് മാറിയിട്ട്. ഓക്കെ, അടുത്തത് ഓഡിറ്റ് റിപ്പോർട്ട് നമുക്കറിയുന്നതാണ്. പിന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് എൻറ്റിറ്റീസ്, ആൾറെഡി നമ്മൾ പഴയതിൽ ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷെ ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസ് ചാപ്റ്ററിന്റെ ചെറിയ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഓഡിറ്റ് ഓഫ് ബാങ്ക്സ് ആൾറെഡി നമുക്കറിയുന്നതാണ്. പിന്നെ ഒരു അഡീഷണൽ ആയിട്ടൊരു ചാപ്റ്റർ കൂടെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്, എത്തിക്സ് ആൻഡ് ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ്സ്. ഓക്കെ, കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള ഒരു ആഡ് ഓൺ വന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതാണ് ടോട്ടലി നമുക്ക് ഓഡിറ്റിന് പറയാനുള്ളത്. ഓക്കെ, ഓഡിറ്റിൽ നമുക്ക് എത്ര 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. പണ്ട് നമുക്ക് 13 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ 2 ചാപ്റ്റേഴ്സ് ഇല്ല. നമുക്ക് ബാക്കി ഇപ്പോൾ എത്ര ചാപ്റ്റേഴ്സ് ഉള്ളൂ? 11 ചാപ്റ്റേഴ്സ് ഉള്ളൂ. ഓഡിറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. 100ലാണ് മാർക്ക്, 30 പഴയ പോലെ തന്നെ, അതിലൊന്നും കാര്യമായിട്ട് ചേഞ്ചസ് ഇല്ല. നെഗറ്റീവ് മാർക്കൊക്കെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് കാര്യങ്ങളൊക്കെ അങ്ങനെ. ഓക്കെ, അതാണ് നമ്മൾ ഓവറോൾ ഓഡിറ്റിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇനി FM ഉം SM പറ്റി പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് നിങ്ങൾ മേ ബി കുറേ ആളുകൾ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായിട്ട് ആളുകൾ ഒന്നല്ലെങ്കിൽ ഇപ്പോൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായിട്ട് കൂടി ആർട്ടിക്കിൾഷിപ്പ് ജോയിൻ ചെയ്യാത്ത ആളുകളും ഉണ്ടാവും. ഓക്കെ, ഇങ്ങനത്തെ 2 ടൈപ്സ് ആൾക്കാരുണ്ടാവും. ഓക്കെ, ഞാൻ കൂടുതൽ റിപ്പീറ്റേഴ്സിനോടാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഓഡിറ്റ്, അതായത് നമുക്കൊരു സപ്പോർട്ട് ഇല്ലാതെ പഠിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾക്ക് ഇപ്പോൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എന്താ പറയുക ഡിഫിക്കൽട്ടാണ് നമുക്ക് സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാൻ. അതുപോലെ തന്നെ നമുക്ക് ചില ഏരിയാസ് ഒന്നും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല, മേ ബി അത് ക്ലാരിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള ആളുകൾ ഒന്നെന്ന് പറയുന്നത് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നതായാലും ശരി വീട്ടിലിരുന്ന് പഠിക്കാണ്. ഓക്കെ, വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മളൊരു
ഒരു കമ്മ്യൂണിറ്റി. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഡെയിലി ഒരു 2 hours ബേസിസ്, ഓക്കെ, ഒരു 2 hours എങ്ങനെ സ്പെൻഡ് ചെയ്താലേ നമുക്ക് കമ്മിങ് വരുന്ന എക്സാമിൽ ഒരു മാർച്ച് 1 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ FM, ഓക്കെ, FM SM ഓഡിറ്റ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായ ആൾക്കാരാണ്. നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഓഡിറ്റ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യും, SM നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യും വിത്ത് ക്ലാസ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസ് നമുക്ക് അറിയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്ലസ് നമ്മൾ RTP MTP ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാം. പ്ലസ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്ലസ് നമുക്ക് കുറച്ച് അഡീഷണൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ നമ്പർ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഡിസ്ക്രിപ്ഷനിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിന്നെ ഇതിടും വരാം. ഓക്കെ, 8547573760. ഓക്കെ, അപ്പോൾ C ഇൻ്റർമീഡിയറ്റ് സെക്കൻഡ് ഗ്രൂപ്പ് ഇതിലെന്തായാലും പാസ്സാകാൻ പറ്റും. കാരണം നമുക്ക് ആകെ 2 പേപ്പറേ ഉള്ളൂ, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. FM എന്ന് പറയുന്നത്, FM എന്ന് പറയുന്നത് മിക്ക ആളുകൾക്കും സിമ്പിളായിട്ടുള്ളൊരു പേപ്പറാണ് FM എന്ന് പറയുന്നത്. അപ്പോൾ FM എന്ന് പറയുന്നത് കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെയാണ്. പിന്നെ SM എന്ന് പറയുന്നതും സിമ്പിളാണ്, EIS ഒക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് എന്തായാലും പാസ്സാകാൻ പറ്റും. ഓഡിറ്റാണ് പിന്നെയും കുറച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി നമ്മളൊന്ന് ഈ ഒരു 2 മന്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് പാസ്സാകാൻ പറ്റും. സോ അങ്ങനെ താല്പര്യമുള്ളത് ഈ മന്തിൽ പാസ്സാവണം. ആൾറെഡി ഓരോരുത്തർ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അല്ലാത്ത ആളുകൾ, ഓക്കെ, ഒന്നല്ലെങ്കിൽ ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് നോക്കുന്ന ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട്. ഓക്കെ, എനിവേ നമുക്കപ്പോൾ ഇനി എന്ത് ചെയ്യാം, FM-ലോട്ട് FM ആൻഡ് SM എന്തൊക്കെയാണ് ടോപ്പിക്സ് ചേഞ്ചസ് നോക്കാം. FM-ന്റെ കേസിൽ വരുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്കോപ്സ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അതിലൊന്നും ഒരു ചേഞ്ച് ഇല്ല. രണ്ടാമത്തെ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഫൈനാൻസ് ആണ്. ഇത് നമ്മൾ കാര്യമായിട്ട് പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ആണ്, കാരണം അതിൽ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇതില്ല. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്കുള്ള ചാപ്റ്റേഴ്സ് ആണ്. The third one, financial analysis, planning or ratio analysis. ഓക്കെ, അതെന്ന് പറയുന്നതും നമുക്ക് പഴയ തന്നെയാണ്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഴയ തന്നെയാണ്. 5 to 6 ഒക്കെ സെയിം ചാപ്റ്റർ ആണ്, ഒരു ഡിഫറൻസും ഇല്ല. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡിസിഷൻ പഴയ തന്നെയാണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസിഷൻ, നോ ചേഞ്ചസ്. അതുപോലെ തന്നെ 9th ചാപ്റ്റർ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അതും നമുക്ക് പഴയതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അതിൽ കുറേ യൂണിറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ FM-ൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുന്നില്ല. പഴയ തന്നെയാണ് അവർ FM-ൽ കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് FM-ൽ എന്ന് പറയാനുള്ളത്. ഇപ്പോൾ FM 50, അതുപോലെ തന്നെ SM 50, അതാണ് നമ്മുടെ ഒരു പാറ്റേൺ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് FM-നെ പറ്റി. FM നമുക്ക് കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും ഇല്ലാതുകൊണ്ട് നമുക്ക് ആർക്കും കൂടുതൽ ഡൗട്ട്സ് ഒന്നും കാണത്തില്ല എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, SM-ലോട്ട് പോകാം. അപ്പോൾ ഇനി SM-ലോട്ട് വരുമ്പോഴും നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് കുറഞ്ഞിരിക്കുകയാണ്. ദ ഫസ്റ്റ് വൺ ആണ് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജി മാനേജ്മെന്റ് ആണ്. അത് പഴയ ചാപ്റ്റർ തന്നെയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് പഴയ സ്കീമിൽ ഡൈനാമിക്സ് ഓഫ് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞായിരുന്നു. ഇതിലെന്ന് പറയുന്നത് ചേഞ്ചസ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ SM-ൽ ആ പഴയ പഠിച്ചുള്ള കുറേ ഇതുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ജസ്റ്റ് അവർ പേര് മാറ്റിയിട്ടൊക്കെ കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. ഓവറോൾ മേജർ ചേഞ്ചസ് ഒന്നുമില്ല. അടുത്തെന്ന് പറയുന്നത് സ്ട്രാറ്റജിക് അനാലിസിൻ്റെ ഇന്റേണൽ എൻവിറോൺമെന്റ് എന്നാണ്. അത് നമുക്ക് പലതായിട്ട് നമ്മൾ പഠിച്ചത്, അത് അവർ ജസ്റ്റ് പേര് ഇതൊക്കെ കൊടുത്ത് നമ്മൾ ചേഞ്ച് ചെയ്തെന്നുള്ളൂ. അടുത്ത ഫോർത്ത് എന്ന് പറയുന്നത് സ്ട്രാറ്റജി ചോയ്സ് ആണ്. സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ഇവാലുവേഷൻ എന്ന് പറയുന്നതാണ് 5th ചാപ്റ്റർ. ഓക്കെ, ഓവറോൾ നമ്മുടെ 8th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഞാൻ മൊത്തത്തിൽ SM പറയുകയാണെന്നുണ്ടെങ്കിൽ SM-ൽ ചാപ്റ്റേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. പണ്ട് നമുക്ക് 8 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ആക്ച്വലി 5 ചാപ്റ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ ചാപ്റ്റേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കെന്ന് പറയുന്നത് കണ്ടന്റും അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും കുറേ അഡീഷണൽ ആൻഡ് ഡിലീഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോ ദിവസവും 2 hours വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഓരോ പേജ് ബൈ പേജ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇതൊരു ഓവറോൾ തന്നുള്ളൂ. നമ്മുടെ ഈ വീഡിയോൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് CA ഇൻ്റർമീഡിയറ്റിൽ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാവുകയും സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സാവാത്ത ആൾക്കാർ, ഓക്കെ, അവർക്ക് ഓഡിറ്റ് SM FM നിങ്ങൾ ഓൾറെഡി എക്സാമിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾ പഠിക്കാൻ ഹെൽപ്പ് വേണ്ടവർ. ഒന്നെന്ന് പറയുന്ന ആരുണ്ടാവുക, ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്ന ആളുകളുണ്ടാവും, കറന്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. രണ്ടെന്ന് പറയുന്നത് വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ട ഹെൽപ്പുകൾ
ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക് വൈസ് ഓരോ ദിവസവും, കാരണം ആർട്ടിഫിഷ്യൽ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ ഇഫ് യു വാണ്ട് ജസ്റ്റ് ഞാൻ തന്നുള്ള നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വേണമെങ്കിൽ ഞാൻ എഗെയിൻ ഞാൻ നമ്മുടെ നമ്പർ തരാം, 8547573760. ഓക്കെ, അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, അതുപോലെ തന്നെ കമൻറ്റിലിടാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതുവരെയും പാസ്സാവാത്ത ആളുകൾ സെക്കൻഡ് ഗ്രൂപ്പ് ജോയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ എനിവേ ഓൾ ദ ബെസ്റ്റ്.